പ്രതിപക്ഷം മനപ്പായസം കൊണ്ടിരിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾക്കറിയാം സാർ, ആത്മാർത്ഥതയുള്ള കാര്യമാണ്. ഞങ്ങളൊന്നും ആരുടെയും വ്യക്തിത്വത്തെയും ആരുടെയും ആത്മാർത്ഥതയും അങ്ങോട്ടും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മനസ്സിലല്ല ഉണ്ട്. ഇത്രയും ചെയ്യുന്നൊരു സർക്കാരാണ്, പറഞ്ഞ കാര്യം ചെയ്യും. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മന്ത്രിമാരും നമ്മുടെ ഗവൺമെൻറ്റും MLA മാരും പഞ്ചായത്ത് മെമ്പർമാരും സാധാരണ നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് സാർ ഇക്കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ നാഷണൽ ഹൈവേ, ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ വന്നു. എന്താ പിന്നെ ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ നിങ്ങൾ ചെയ്യാഞ്ഞേ? ഇത് പൂട്ടിക്കെട്ടി 30 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോയതാണല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രേഖയുണ്ടല്ലോ. അന്ന് സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് അവിടെ 45 മീറ്റർ ആവാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാ, ഞങ്ങൾ ഇടതുപക്ഷമാ. എന്നാ പിന്നെ എന്താ നിങ്ങൾ അന്നെന്താ ഇത്? നിങ്ങളെല്ലാം മന്ത്രിമാരായിരുന്നല്ലോ. 30 മീറ്റർ 1 മീറ്റർ ഇല്ലാതെ നിങ്ങളെന്താ പൂട്ടിക്കെട്ടി പോയി? അന്ന് ഗഡ്കരി ഇല്ലായിരുന്നോ? അന്ന് BJP ഇല്ലായിരുന്നോ? ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ നിങ്ങൾ ഭൂമിയുടെ അടി ബോംബ് കുഴിച്ചിടുക എന്ന് പറഞ്ഞിട്ട് വലിയ സമരം നടത്തിയില്ലേ? വയൽക്കിളികളെ കൊണ്ടുവന്നില്ലേ? എല്ലാ സ്ഥലത്തും നടത്തിയില്ലേ? അപ്പോൾ ഇതെല്ലാം നടത്തിയിട്ട് ഇത് ചെയ്തതാണ് സാർ. വിഴിഞ്ഞം സാർ, വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം തുറമുഖം ഇവിടെ വന്നു. വിൻസെന്റ് വിഴിഞ്ഞം 2028 പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന വിൻസെന്റിന്റെ മണ്ഡലത്തിലാ. ട്രയാങ്കിള് കോയമ്പത്തൂർ മേഖല, അതുപോലെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം സാർ ഇൻഡസ്ട്രീസ് വരും, പുതിയ ജോലികൾ വരും, ധാരാളം ആളുകൾക്ക് ഇവിടെ നിൽക്കാം. ലോകത്ത് ഈ സെഷൻ തുടങ്ങുന്ന ഈ സമ്മേളനം നമ്മുടെ ഈ പുതിയ സഭ വരുന്ന സമയത്ത് ഇവിടെ പലപ്പോഴും വന്നല്ലോ. വിദേശത്തേക്ക് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം സാർ ഞാൻ പറയുന്നു, അമേരിക്കയിൽ നിന്ന് നിർബന്ധമായും വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചയക്കുകയും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ തിരിച്ചയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആ ആളുകൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും നയങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് നടപ്പിലാക്കാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ പദങ്ങൾ കൊണ്ട് പറയുന്നതാണ്. ഇവിടെ ഇതൊക്കെ നടപ്പിലാക്കിയല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും നിങ്ങളെല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. സാർ, ഈ ബഡ്ജറ്റ് കേരളത്തെ വലിയൊരു കുതിച്ചാട്ടത്തിലേക്ക് എത്തിക്കാൻ സഹായകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നമുക്ക് ഒരുമിച്ച് പരമാവധി ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.